സിജോ സാർ നമസ്കാരം. നമസ്കാരം. ഈ ലോകമെമ്പാടും അമ്പരന്ന് പോകുന്ന രീതിയിലാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ, വിമതയുള്ള ചില ആൾക്കാർക്ക് ചെറിയ ചെറിയ ഒരു അസ്വാരസ്യങ്ങളൊക്കെ തോന്നും. എങ്കിലും അത് സത്യമാണ്. കാരണം 45 കോടി ജനങ്ങൾ വരുന്ന ഒരു മഹാസമ്മേളനം, ആ മഹാസമ്മേളനം യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഏകീകരിക്കുക അല്ലെങ്കിൽ ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഒരു രാജ്യം ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ അമേരിക്ക, സ്പെയിൻ, നമ്മുടെ മറ്റ് യൂറോപ്യൻ കൺട്രീസ്, ഇവരൊക്കെ ഈ ഒളിമ്പിക്സ് പോലെയുള്ള ഒരു ഗെയിം പോലെയുള്ള ഒരു സംഭവമാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഏകോപിപ്പിക്കേണ്ട ഒരു സാധനമാണ് ഒരു സ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് നിന്ന് ഏകോപിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു. 45 കോടി ജനങ്ങൾ എത്തുന്നു. ഈ 45 കോടി ജനങ്ങൾക്കും യാതൊരുവിധ പ്രശ്നവും വരാതെ ഇതിനെ കൃത്യം ഒരു സിസ്റ്റമാറ്റിക് ഒരു വേയിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നു. സിസ്റ്റമാറ്റിക് വേയിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല ചെയ്യുന്നത്, ഇതിനകത്ത് നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിനകത്തെ അതായത് ആ ഒരു സംസ്ഥാനം, UP എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനത്തെ ഈ മഹാസമ്മേളനം കൊണ്ട് രാജ്യത്തിന്റെ GDP 1% ഉയരുകയാണ്. പോരാത്തതിന് GDP-യുടെ കുതിച്ചുചാട്ടം മാത്രമല്ല, നമ്മുടെ റെയിൽവേക്ക് വലിയ രീതിയിലുള്ള ആ, വരുമാനം ഉണ്ടാകുന്നു. രാജ്യമെമ്പാടുമുള്ള പൂക്കച്ചവടക്കാര്, ചായ്വാലകള്, അങ്ങനെയുള്ള പല പല ആൾക്കാർക്ക് വരുമാനം വരുന്നു. 16,000 കോടി രൂപയാണ് ഇതിൽ യോഗി ആദിത്യനാഥിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ലോകോത്തര മാതൃകയിലുള്ള ടെന്റുകളും AC ഉള്ള 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ടെന്റുകളൊക്കെയാണ് യോഗി ആദിത്യനാഥ് 75 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദേശികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. പോരാത്തതിന് 16,000 കോടി രൂപ അവിടെ യോഗി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ മുഴുവൻ വരവ് എന്ന് പറയുന്നത് 4,50,000 കോടിയാണ് എന്നാണ് കണക്കാക്കുന്നത്. അതായത് ഒരാള് കുംഭമേളയ്ക്ക് എത്തുമ്പോൾ 5,000 മുതൽ 10,000 രൂപ വരെ കുറഞ്ഞത് ചെലവാക്കിയേ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് അവിടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും 1,50,000 കോടി രൂപയാണ് ഉത്തർപ്രദേശിന്റെ മാത്രം വരുമാനം. 144 വർഷങ്ങളിൽ ഒരിക്കൽ വരുന്ന മഹാകുംഭമേള ഇപ്പോൾ നടക്കുകയാണ്. യോഗിയുടെ മാനേജ്മെന്റ് കണ്ട് സത്യം പറഞ്ഞാല് മോദിക്കും ഒരുപടി മുകളിൽ യോഗി മാനേജ്മെന്റ് വിദഗ്ധനായി മാറി എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. അതേസമയം തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ രാജ്യത്ത് എന്ത് നല്ലത് നടന്നാലും അതിനെ അപ്പുറത്ത് നിന്ന് തെറി പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അവര് പറയുന്നുണ്ട്, തുണി കൊടുക്കാത്ത കുറെ സന്യാസിമാർ വന്ന് അഴിഞ്ഞാടുന്ന ഒരു മേളയാണ് കുംഭമേള എന്ന് പറയുന്നത്. എന്താണ് ഇതിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് കിട്ടുന്ന സന്ദേശം? എന്താണ് യോഗി ആദിത്യനാഥ് ഈ ഒരു 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 സിസ്റ്റമാറ്റിക് വേയിലൂടെ രാജ്യത്തിന് കൊടുക്കുന്ന ഒരു വലിയൊരു ഉണർവ്? ഇത് കുംഭമേള എന്ന് പറയുമ്പോൾ ഇതിന്റെ സാമ്പത്തിക വശങ്ങളെക്കാളും കൂടുതലായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു റിവൈവലാണ്. അത് നമ്മുടെ ഒരു തിരിച്ചുവരവാണ്. അതായത് എന്നാ പഴയ ഭാരതത്തിന്റെ, ലോകത്തിന്റെ GDP-യുടെ ഏകദേശം 45% സംഭാവന ചെയ്തിരുന്ന പഴയ ഇന്ത്യയുടെ അല്ലെ പഴയ പഴയ ഭാരതത്തിന്റെ ഒരു തിരിച്ചുവരവാണ്. നമ്മുടെ ഒരു കൾച്ചറൽ റിവൈവലാണ് ഇന്ത്യയിൽ നടക്കുന്നത്. എസ്പെഷ്യലി ഈ പറയുന്ന കുംഭമേളയൊക്കെ 144 വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ. അപ്പം ഈ കുംഭമേളയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ, അതായത് ഇനി ഒരു 144 വർഷം കഴിഞ്ഞ് അടുത്ത കുംഭമേളയുള്ളൂ. പക്ഷെ മഹാകുംഭമേളയൊക്കെ ഈ തവണയാണ് നടക്കുന്നത്. ബാക്കി എനിക്ക് 2019 ഉണ്ടായിരുന്നു. അതിനൊക്കെ അല്ല, ഇത് കുംഭമേളകൾ പല തരത്തിലുണ്ട്. മഹാകുംഭമേള 144 വർഷത്തിൽ ഒരിക്കലാണല്ല ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കതിൽ വലിയ ധാരണയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഗ്രഹം ഈ സൂര്യനെ ചുറ്റി ഒരു റൗണ്ട് വയ്ക്കുമ്പോഴാണ് നമ്മൾ ഒരു മഹാകുംഭമേള ആഘോഷിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സബ്ജക്ട് ടു കറക്ഷൻ. തുടരാം. അതെ. അപ്പം ഈ മഹാകുംഭമേള ഇതിനു മുമ്പ് ഇപ്പം നമ്മുടെ ഒരു ആയുസിലോ അല്ലെ ഒരു എത്ര വർഷം മുമ്പ് നടന്നത്? ഇതിനു മുമ്പ് നടന്നത് 144 വർഷം മുമ്പാണ് നടന്നത്. അതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ലെങ്കിൽ പോലും കുംഭമേളകൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം ഈ കുംഭമേളകളെ ഇത്രയും വലിയൊരു എക്കണോമിക് ആക്ടിവിറ്റി അല്ല, ഇത്രയും ഒരു എക്കണോമിക് ആയിട്ടുള്ള സമ്പത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ലോകം മൊത്തം നമ്മുടെ സംസ്കാരത്തെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, അതായത് ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ ഒരു ഉത്സവം, ഈ കുംഭമേളകൾ മുമ്പ് നടന്ന ചെറിയ കുംഭമേളകളൊക്കെ ആണെങ്കിൽ പോലും, മഹാകുംഭമേള അല്ലെങ്കിൽ പോലും അത് വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല.
അത് ഉപയോഗിക്കാവുന്നതിന്റെ കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അവരുടെ മാനേജ്മെന്റിലുള്ള കഴിവില്ലായ്മേനേക്കാളും അപ്പുറം, അല്ലെങ്കിൽ ഉം, ഇവരുടെ ഇത് ഈ പറയുന്ന ഇതിനെ നടത്താനുള്ള ഒരു താല്പര്യമില്ലായ്മയാണ്. അതായത് ഈ കുംഭമേളകൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇതുപോലത്തെ ഇന്ത്യയുടെ കൾച്ചറൽ റിവൈവൽ ആണ് നടക്കുന്നതെന്ന് ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ ഉം, കൾച്ചറൽ റിവൈവലിനെ ഇവരെ എന്ത് ചെയ്തത്, അടിച്ചമർത്തിയിട്ടത്. അതായത് ഇതിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ വളരെ വെട്ടിക്കുറച്ചു. ഇപ്പൊ നമ്മൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഇപ്പോ ഇതിനൊരു ബാക്ക് ഹിസ്റ്ററി ഉണ്ട്. 1954 ഈ കുംഭമേള നടക്കുന്നതിന്റെ ഇടയ്ക്ക് 2000 പേര് അവിടെ ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. 2000 പേര്. ഈ ഉം, 2000 പേര് മരിക്കുന്ന സമയത്ത് ഗവൺമെന്റ്, ആ സമയത്ത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് എല്ലായിടവും ഭരിച്ചുകൊണ്ടിരുന്നത്. അതായത് പഞ്ചായത്ത് തൊട്ടിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരെ കോൺഗ്രസ്സുകാരായിരുന്നു. അപ്പൊ ഈ സമയത്ത് മുക്കും മൂലയും ഇവരെന്ത് അവരായിരുന്നു. ചെയ്യുന്നു, ആരായിരുന്നു. അപ്പോൾ ഈ 2000 പേര് മരിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും ഒതുക്കണം. അവരെങ്ങനെയാ അത് ഒതുക്കിയെന്നറിയും? അവർ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഉം, കുറെ ബഗേഴ്സ് മരിച്ചു. കുറെ ബഗേഴ്സ്, അതായത് കുംഭമേളയ്ക്ക് വന്നിരുന്ന കുറെ ബഗേഴ്സ് പ്രത്യേക സാഹചര്യത്തിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഉം, എല്ലാം അവിടെ മരിച്ചവരെ എല്ലാവരെയും കൂട്ടി ഇവര് പൊതു ശ്മശാനോ അല്ലെങ്കിൽ കത്തിക്കോ അങ്ങനെ എല്ലാം ആയിട്ട് ചെയ്തു. അപ്പൊ ഈ ബഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഉം, ആക്ച്വലി ബഗേഴ്സ് അല്ല, അതായത് അവിടെ വന്ന ഉം. പിലിഗ്രിമിന് വന്ന ആൾക്കാരായിരുന്നു. അതായത് ദേഹത്ത് മൊത്തം അറിയാലോ നമ്മൾ ഇന്ത്യക്കാര് അതെ ആഭരണങ്ങൾ അതെ അതെ അതെ. ഉപയോഗിക്കുന്നത്, അതായത് അഘോരികൾ, റിച്ച് ആയിട്ടുള്ള, നാഗസന്യാസിമാർ എന്നൊക്കെ പറയും. അല്ല അതല്ലാതെ ഇത് കാണാൻ വന്ന പിലിഗ്രിംസിന് ആയിട്ട് വന്ന സാധാരണ ആൾക്കാരുണ്ടല്ലോ, ഉം, ഇപ്പൊ സമ്പത്തുള്ള മനസ്സിലായി. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെയാണ് ഈ ഉം, ഇതിൽ മരിക്കണ്ടത്. പക്ഷെ അവരെ വരെ ഇവര് ബഗേഴ്സ് വന്ന് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വലിയ സോഷ്യലിസം ഒക്കെ പറയുന്നവര് അവര് തന്നെ ന്യായീകരണമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ബഗേഴ്സ് കുറച്ച് പേര് മരിച്ചു, വേറൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഉം, അതിനുശേഷം ഇവർ ഈ കുംഭമേളകളും ഇതിന്റെ ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതുപോലത്തെ ആരാധന എല്ലാം ഇവര് ഒരു വിധത്തിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാക്കി. അത് ഇതൊരു എന്റെ ബാക്ക് ഹിസ്റ്ററി പറയുന്നത്, ഇപ്പൊ അത് യോഗി എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് നേരത്തെ പണ്ട് ഇവര്, അതായത് സ്വാതന്ത്ര്യാനന്തരം ഇതിന്റെ പ്രസക്തി കാലാകാലങ്ങളിൽ കുറച്ചുകൊണ്ട് വന്നതെന്നുള്ള പറയാനാണ്. അതായത് ഉം, ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു, നമുക്കറിയാലോ ഇന്ത്യയുടെ എല്ലാ സാംസ്കാരിക നഗരങ്ങളും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊരു വലിയ ഉം, നഗരത്തിൽ പോലും ഒരു വലിയ ക്ഷേത്രം ഉണ്ടാവും. അപ്പം ഈ ഉം, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ഒരു നദീതീരത്തുള്ള, സാധാരണ നദീതീരത്താണ് നമുക്ക് എല്ലാ സംസ്കാരങ്ങളും വളരുന്നത്. ആ നദീതീരത്തുള്ള ഒരു വലിയ ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ടാണ് ആ നഗരത്തിന്റെ ഉം, എല്ലാ എക്കണോമിക് ആക്ടിവിറ്റിയും പണ്ട് കാലം തൊട്ട്, അതായത് ഞാൻ പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നു. അപ്പം ഇതുമായിട്ട്, ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പാഠശാലകൾ ഉണ്ടായിരുന്നു, ആയോധന കലകൾ, അതായത് നമുക്ക് ഈ നോർത്തിലോട്ട് പറയുന്ന അക്കാഡകൾ ഉണ്ടായിരുന്നു. എന്തിന് കേരളത്തിൽ വരെ ഉം, നമ്മളിപ്പോ ലോകനാർക്കാവിൽ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് വരുന്നുണ്ടല്ലോ. അതായത് ഉം, കളരികളോടനുബന്ധിച്ച് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു, കാവുകൾ ഉണ്ടായിരുന്നു, കാവിൽ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അപ്പം ഈ ഉം, പറയുന്ന ഒരു സിസ്റ്റം തകർക്കേണ്ടത് ഒരു ബ്രിട്ടീഷ് ആൻഡ് മുഗൾ ഈ ആയിട്ടുള്ള ആൾക്കാർക്ക് ആ സമയത്ത് അത്യാവശ്യമായിരുന്നു. അതിന് മൂന്നാല് കാരണങ്ങളുണ്ട്. ഉം, ഒന്ന് സാമ്പത്തികമായ കാരണമുണ്ട്. അതായത് ഒരു സിറ്റിയുടെ ഉം, എല്ലാ സാമ്പത്തിക കാര്യങ്ങൾക്കും മണി ലെൻഡിങ് നടത്തിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന ക്ഷേത്രങ്ങളുമായിട്ട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു. കൃഷിക്ക് പൈസ ഉം, കൊടുക്കുക, ഉം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഉത്സവങ്ങൾ, ക്ഷേത്രങ്ങൾ ഇഷ്ടംപോലെ പണം ജനറേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് മുഗളന്മാർ ഉം, ക്ഷേത്രങ്ങൾ അറ്റാക്ക് ചെയ്തത്. ബ്രിട്ടീഷുകാർ ഉം, പോലും രാജാക്കന്മാരോട് കപ്പം ചോദിക്കുന്ന സമയത്ത് ക്ഷേത്രങ്ങളെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ബ്രിട്ടീഷുകാർ നടത്തിയതായിട്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കാണാം. അപ്പൊ അതെല്ലാം ഇവർ ഉം, ഉദ്ദേശിക്കുന്നത് എന്തുവെന്ന് വെച്ചാല്, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ഈ വിദ്യാഭ്യാസം പണ്ട് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഗുരുകുല ഉം, സമ്പ്രദായമായിരുന്നു പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ആ വിദ്യാഭ്യാസ സമ്പ്രദായം ഇവരെ ഒരു വെസ്റ്റേണൈസ് ചെയ്ത്, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ ഒരു ഗുമസ്തന്മാരെ ഉണ്ടാക്കുന്ന ഒരു വിദ്യാഭ്യാസം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത് പിൽക്കാലത്ത് നമ്മൾ റിവൈവ് ചെയ്തെങ്കിൽ പോലും തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ജനങ്ങളെയും അല്ലെ ഇന്ത്യയുടെ സാംസ്കാരികമായ ആക്ടിവിറ്റികളെ ഒന്ന് മാറ്റിക്കളയണമെങ്കിൽ സ്വാഭാവികമായിട്ട് ക്ഷേത്രങ്ങൾ കൺട്രോൾ ചെയ്യുകയോ അല്ലെ നശിപ്പിക്കുകയോ ചെയ്യേണ്ടത് ഇവരുടെ എല്ലാം ഒരു അത്യാവശ്യമായ കാര്യമായിരുന്നു. അതുകൊണ്ട് ഇതിൽ നമ്മൾ മതവെറി, അതായത് നമ്മൾ പലപ്പോഴും ഒരു ക്ഷേത്രം തകർത്തു എന്ന് പറയുമ്പോൾ അതിൽ മതപരമായ ആംഗിൾ മാത്രമാണ് കാണുന്നത്. എക്സാക്ട്ലി അതിൽ ഉം, മതപരമായ ആംഗിൾ അല്ല, അതില് മതപരമായ ആംഗിളിനെക്കാളും കൂടുതലായിട്ട് എക്കണോമിക് ആംഗിളും, അതേപോലെ അവരുടെ മോണോപ്പൊളി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഒരു നഗരത്തിന്റെ സെൻട്രൽ പോയിന്റ് ആയ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ കൺട്രോൾ ചെയ്യും,
നശിപ്പിക്കുകയോ അല്ലെ അതിന് പകരം ഉം, പുതിയൊരു ഉം, ഏഹ്, ഒരു സെറ്റപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ വേണം. അപ്പം അതായത് ഇന്ത്യയുടെ ഈ പറയുന്ന സാംസ്കാരികമായ റിവൈവൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ കുംഭമേള പോലെയുള്ള മേളകൾ വളരെ ഒരു പ്രശ്നമുള്ള ഒരു ഇതായിരുന്നു. കാരണം ഈ ഉം, ക്ഷേത്രങ്ങളുമായിട്ടുള്ള നഗരികൾ ഇവർക്ക് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഇപ്പൊ ഈ വാരണാസി അല്ലെങ്കിൽ ഋഷികേശ്, വാരണാസി, ഹരിദ്വാർ എന്നൊക്കെ പറഞ്ഞ സിറ്റികളെ കുറിച്ചിട്ട് ഹിസ്റ്ററി വായിക്കുമ്പോൾ നമുക്ക് എത്രയോ പഴയ ചരിത്ര രേഖകൾ കിട്ടും. ഈ പറയുന്ന സിറ്റികളൊന്നും ഉം, സർവൈവ് ചെയ്തത് ഗവൺമെന്റോ അല്ലെങ്കിൽ ആ സമയത്തുള്ള രാജാക്കന്മാർ ആ സമയത്ത് സംഭാവന കൊടുത്തിരുന്നെങ്കിൽ പോലും ഏഹ് എന്താന്ന് വെച്ച് ഉം, കഴിഞ്ഞാൽ അതൊരു ഒരു ഗവൺമെന്റ് സിസ്റ്റം അല്ലെ, ഒരാൾ കൺട്രോൾ ചെയ്തൊരു സാധനമല്ല. അതൊരു നമ്മൾ ഇപ്പൊ പറയില്ലേ ഉം, ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതൊരു അതിന് അതിൻ്റെതായ ഒരു സൈക്കിൾ ഉണ്ട്. ആരൊക്കെ എന്തൊക്കെ സഹായിച്ചില്ലെങ്കിൽ ഹരിദ്വാർ അവിടെ കാണും, ഋഷികേശ് അവിടെ കാണും. അത് ഇത്ര കൊല്ലവും എന്നാ എപ്പം നിങ്ങൾ പോട്ടെ, ഇപ്പൊ ഹരിദ്വാർ ഋഷികേശ് ഒക്കെ പോയാലും നമുക്ക് അവിടെ തിരക്ക് കൂടി വരുന്നതല്ലാതെ ഇപ്പം ഈ ആധുനിക കാലത്ത് തിരക്ക് ഇപ്പൊ കൂടി വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ ഉം, പറയുന്ന കഴിഞ്ഞ 10,000 വർഷങ്ങളായി പോലും അവിടെ എന്നും സ്റ്റഡി ആയിട്ടുള്ള പിലിഗ്രിംസ് അങ്ങോട്ട് വരാറുണ്ട്. എന്തിനാ നമ്മുടെ ഉം. ചെറുപ്പകാലത്തൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, കേരളത്തിൽ നിന്ന് വരെയും കാശിയിൽ പോയിട്ട് വേണം എനിക്ക് ഒന്ന് അതെ അതെ മരിക്കാൻ അതെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതെ. കാശ് ആ ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പം ഈ സിസ്റ്റം ഇന്ത്യയിൽ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റികൾ സെൽഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയ സിറ്റികളാണ്. അതായത് ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് IT ഉം, കമ്പനികളും ബാക്കി കമ്പനികളും എല്ലാം കൂടെ ഒരു പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിച്ച് അവർ ലേ ഓഫ് നടത്തി അവർ പോയാൽ ബാംഗ്ലൂർ തീർന്നു. പക്ഷെ ഋഷികേശ്, ഉം, ഹരിദ്വാര്, കാശി, മധുര ഒന്നും അങ്ങനെ തീരില്ല. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് അവിടെ ആ ഒരു സിസ്റ്റത്തിനെ ജീവിപ്പിക്കുന്ന ഒരു എക്കണോമിക് സൈക്കിൾ ഉണ്ട് ഈ പറയുന്ന സിറ്റികൾക്കൊക്കെ. അതുകൊണ്ടാണ് അവർ ഉം, നശിക്കാതിരിക്കുന്നത്. അതായത് ആ സിറ്റികൾ അതിനെ ഭക്തിയുടെ ആംഗിളിൽ നോക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം മഹാദേവൻ അവിടെ ഉള്ളത് കൊണ്ടാണ്, അല്ലെ മധുരയിൽ ഉം, കൃഷ്ണൻ ഉം, ഉള്ളത് കൊണ്ടാണുള്ള ആംഗിളിൽ ഭക്തർക്ക് പറയാം. പക്ഷെ എക്കണോമിക് ആംഗിൾ എന്താന്ന് വെച്ച് ഉം, കഴിഞ്ഞാൽ ആ സിറ്റി സെൽഫ് സസ്റ്റെയിൻ ചെയ്യാനും ആ സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ജീവിക്കാനും അനേകായിരം തൊഴിലവസരങ്ങൾ, പല തരത്തിലുള്ള തൊഴിലവസരങ്ങൾ അവർക്ക് എല്ലാ വർഷവും അവിടെ നടക്കുന്ന ഉം, ഉത്സവങ്ങളുടെ ഭാഗമായിട്ട് അങ്ങോട്ട് പിലിഗ്രിംസ് വരികയും അവിടെ ഇഷ്ടം പോലെ പണം ജനറേറ്റ് ചെയ്യപ്പെടുകയും അത് സ്വാഭാവികമായിട്ട് ആ സിറ്റി ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ഈ പറയുന്ന ഈ വലിയ സിറ്റികൾ നശിച്ചു പോകുന്നില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് മഹാക്ഷേത്രങ്ങൾ കഴിഞ്ഞാല് ഉള്ളതുകൊണ്ട്. ഈ മഹാക്ഷേത്രങ്ങളും അതിനോട് അനുബന്ധിച്ച ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട്. മനസ്സിലായോ? അതായത് ഒരു ഉം, മഹാക്ഷേത്രം ഉണ്ടാകുമ്പോൾ അവിടെ എന്തൊക്കെ വേണം. നിങ്ങളിപ്പം തിരുവനന്തപുരത്ത് ജീവിക്കുന്ന നിങ്ങൾക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും എന്തോരം കടകളുണ്ട്. അവിടെ എത്ര അതെ അതെ പേര് അതെ. അതിനോട് അനുബന്ധിച്ച് ജീവിക്കുന്നുണ്ട്. അവിടെ ഓട്ടോറിക്ഷക്കാർക്ക് എത്ര തൊഴിൽ കിട്ടുന്നുണ്ട്, അവിടെ പൂമാല കെട്ടുന്ന ആൾക്ക് എത്ര തൊഴിൽ കിട്ടുന്നുണ്ട്, എന്തിന് കൈത്തറി മുണ്ട് അല്ലെങ്കിൽ തോർത്ത് ഉണ്ടാക്കുന്നവർക്ക് എത്ര തൊഴിൽ കിട്ടുന്നുണ്ട്. അവിടെയുള്ള ഹോട്ടലുകൾ, അല്ലെങ്കിൽ അതേപോലെ തന്നെ അവിടെയുള്ള പൂജാരികൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവര്, അങ്ങോട്ട് വരുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ, അല്ലെ അങ്ങോട്ടുള്ള അവിടെയുള്ള ടൂർ ഓപ്പറേറ്റേഴ്സ്. നിങ്ങൾ തിരുവനന്തപുരത്തെ ഒരു പത്മനാഭസ്വാമി ടെമ്പിൾ തന്നെ ഒന്ന് എടുത്തു നോക്കും. അത് ഇപ്പൊ നമ്മള് ട്രിവാൻഡ്രം എന്ന് പറയുന്ന സിറ്റി, കേരളം ഇപ്പോഴും ഒരു വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ സെക്രട്ടേറിയറ്റ് ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉം, ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ സ്ഥലത്തിന് അവിടെ ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട്. അത് നിങ്ങൾ അവിടെ ജീവിച്ച ആൾക്കാർക്ക് അതിൽ കുറച്ചുകൂടെ എന്നെക്കാളും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ ഉം, തന്നെ ഈ അതിനേക്കാളും വലിയ ഇന്ത്യയുടെ മൊത്തം സ്പിരിച്വൽ ഹബ് ആയിട്ടുള്ള കാശിയിലും മധുരയിലും വാരണാസിയിലും അയോധ്യയിലും പോലും ഈ ഒരു എക്കോസിസ്റ്റം നിലവിലുണ്ട്. ആ എക്കോസിസ്റ്റം നിലവിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഇതിനെതിരെയുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഈ ഇന്ത്യയുടെ സാംസ്കാരികമായിട്ടുള്ള റിവൈവൽ നടക്കില്ലെന്നുള്ള ആൾക്കാർ എല്ലാ കാലത്തും ഇതിനെ ഒരു അടിച്ചൊതുക്കിയിട്ട്, അതായത് ഇതുപോലത്തെ പരിപാടികൾക്ക് വേണ്ടത്ര സപ്പോർട്ടൊന്നും കൊടുക്കാതെ ഒരു ഒരു ഉദാഹരണം പറയാം. അതായത് 2013 കുംഭമേള നടന്നു. അപ്പൊ ആ കുംഭമേളയുടെ ആ ഉം, സമയത്ത് ഈ കുംഭമേള നടത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ആ ഒരു കമ്മിറ്റിയുടെ ഏറ്റവും വലിയ തലവനായിട്ട് നിയമിച്ച ആരെയാണെന്നറിയാം? അന്ന് അഖിലേഷ് യാദവ് ഉം, ആണ് UP ഭരിച്ചുകൊണ്ടിരുന്നത്. അസം ഉം, 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 അതായത് അറിയാലോ, പുള്ളിയുടെ ഒരു ബാക്ക് ഉം, ഉം, ഹിസ്റ്ററി പഠിച്ചു നോക്കിയറിയാം. പുള്ളിയാണ് ഭരിച്ചത്. ഉം, അന്ന് കേന്ദ്ര ഗവൺമെന്റ് ഏകദേശം 1100 കോടി രൂപയ്ക്ക് കണ്ട് ഇവർക്ക് ഈ കുംഭമേള നടത്താൻ വേണ്ടി അലോട്ട് ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് അതിൽ ഉം, 1100 കോടിയില്
ഒരു 300 കോടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു. ബാക്കി ഈ 800 കോടി അത് കഴിഞ്ഞിട്ട് ആ കുംഭമേളയ്ക്ക് ഏകദേശം ഇവർക്ക് മിച്ചം വന്ന പൈസ എത്രയാണ്? കുംഭമേളയിൽ ചെലവാക്കാതെ ഇട്ട പൈസ ഏകദേശം 150 കോടിയോളം ഇവര് പൈസ ചെലവാക്കിയില്ല. അതായത് ഇത്ര ആൾക്കാർ വരുന്നു. ആ കുംഭമേളയുടെ ഇടയ്ക്ക് അവിടെ റെയിൽവേ സ്റ്റേഷൻ അനുബന്ധിച്ച് തെക്കിലും തിരക്കിലും പെട്ട് 41ഓളം സ്ത്രീകൾ കൊല്ലപ്പെട്ടു. മീൻസ് സ്ത്രീകൾ മരിച്ചു, 41 സ്ത്രീകൾ മരിച്ചു. അപ്പം ഈ 41 സ്ത്രീകൾ മരിക്കുക, ഇവര് ഈ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇത്ര കൂടി ആൾക്കാർ വരുന്ന ഇത്ര കൂടി ആൾക്കാർ ആ റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങുന്നു, ലക്ഷങ്ങൾ ഓരോ ദിവസവും വന്നിറങ്ങിക്കൊണ്ടിരുന്ന ആ റെയിൽവേ സ്റ്റേഷനിൽ 5 ഡ്രൈവർമാരാണ്, 5 പേർ ആണ്, 5 ബസ്സാണ് അവര് അറേഞ്ച് ചെയ്തത്. അതായത് ഇത്ര ലക്ഷം ആൾക്കാരെ ഇവിടുന്ന് അവർ അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി 5 ബസ്. അപ്പൊ ഈ സ്വാഭാവികമായിട്ടും തിക്കും തിരക്കും ഉണ്ടാവും. എന്നിട്ട് ഈ ഇദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞു ആ സമയത്ത്. അന്നേരം പുള്ളി രാജിവെച്ചു. കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും ആ ഷോ കഴിഞ്ഞപ്പോൾ അഖിലേഷ് യാദവ് ഒക്കെ ഈ ഇദ്ദേഹത്തെ തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. അതായത് ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് അറിയാം ഈ കുംഭമേള നല്ലോണക്ക് നടക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ പണം ജനറേറ്റ് ചെയ്യാൻ പറ്റും, അത് ആ സംസ്ഥാനത്തിന്റെ ഇക്കണോമി വർദ്ധിപ്പിക്കും, രാജ്യത്തിന്റെ GDP-ക്ക് നല്ലതാണ്. പക്ഷേ പർപ്പസ്ഫുള്ളി അവർ ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് അവരുടെ ലോങ് ടേം ഇൻട്രസ്റ്റിനും അവർക്ക് ഫണ്ട് ചെയ്യുന്ന ഇന്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാർ അറിയാലോ, മതപരിവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രവാദമുള്ള പലർക്കും ഇത് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2019 പിന്നെ കുംഭമേള ഇവിടെ നടക്കുന്നത്. 2019 25 കോടി ആൾക്കാരാണ് വന്നത്. ഈ കുംഭമേളയ്ക്ക് വന്നത് 25 കോടി ആൾക്കാർ. ഈ നിലവിൽ യുപിയിൽ കുംഭമേളയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കും 45 കോടി ആൾക്കാർ വരുമെന്നാണ്. ലോകത്തിന്റെ 75 പ്ലസ് രാജ്യങ്ങളിൽ നിന്നുള്ള അതെ. ഇപ്പൊ ഇവര് പറയുന്നത് വെച്ചാൽ 10,000 കോടിക്ക് അടുത്ത് ചെലവാക്കി. എന്റെ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ വായിക്കുമ്പോൾ 10,000 കോടി എന്നുള്ളത് ഒരു ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മാത്രമാണ്. അവിടെ വേറെ എക്സ്പെൻഡിച്ചർ, അതായത് പ്രൈവറ്റ് പ്ലേയേഴ്സിന്റെ എക്സ്പെൻഡിച്ചർ എല്ലാം കൂടെ കൊടുക്കുമ്പോൾ ഒരു 25,000 ഓളം അവിടെ ക്രോർസ്, 25,000 കോടിയോളം അവിടെ എക്സ്പെൻസ് ഉണ്ട്. നിലവില് അവർ പ്രതീക്ഷിക്കുന്ന റവന്യൂ, അതായത് കുംഭമേള കാരണം യുപിയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന മൊത്തം റവന്യൂ അവർ പ്രതീക്ഷിക്കുന്ന ചെലവ് കഴിഞ്ഞിട്ട് മിനിമം 2 lakhs ക്രോസ്, അതായത് 2 ലക്ഷം കോടി രൂപയാണ് മിനിമം. ഈ 2 ലക്ഷം കോടി രൂപ മിനിമം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് 3.25 കോടി വരെയും പോകാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബാക്കി സാഹചര്യങ്ങൾ അനുകൂലമാണ്, മൊത്തത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് അതായത് ആ ഒരു കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട്, മഹാകുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട് 3.5 ലക്ഷം കോടി രൂപ വരെ അവിടെ ജനറേറ്റ് ചെയ്യാമെന്ന് അവർ മനസ്സിലാക്കുന്നു. അപ്പം ഈ പറയുന്ന പദ്ധതികളും ഇതുപോലെ ഇത്രയും പണം ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും ഒരു യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല. അതായത് ഇത്ര ആൾക്കാർ അവിടെ എത്തുന്നത് യോഗി ആദിത്യനാഥിന്റെ മാത്രം അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി അല്ല. അത് അദ്ദേഹം അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നുണ്ടെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് 2014 സ്വദേശി ദർശൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം, സ്വദേശി ദർശൻ പദ്ധതി, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ള വിവിധ ക്ഷേത്രങ്ങളെയും ക്ഷേത്ര നഗരികളെയും അതേപോലെ തന്നെ നമ്മുടെ കൾച്ചറൽ ഹബ്ബായിട്ടുള്ള സിറ്റികളെയെല്ലാം ബന്ധിപ്പിച്ച് റോഡുകൾ, റെയിൽവേ ലിങ്കുകൾ, അതേപോലെ തന്നെ അവിടെയുള്ള ഈ പറയുന്ന നിങ്ങൾക്കറിയാലോ കാശി വിശ്വനാഥ് കോറിഡോർ, അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് കോറിഡോർസ് ഉണ്ട്. അതേപോലെ തന്നെ രാമായണ സർക്യൂട്ട്, അതേപോലെ അങ്ങനെ കുറച്ച് സർക്യൂട്ട് ഉണ്ട്. രാമായണ സർക്യൂട്ട്, ട്രൈബൽ സർക്യൂട്ട്, അതേപോലെ തന്നെ അതേപോലെ ഈ കാശിയുടെ സർക്യൂട്ട്, അങ്ങനെയുള്ള കുറച്ച് സർക്യൂട്ട് ഉണ്ട്. ഇവിടെയൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിയത്, ഉജ്ജയിനിൽ എത്തിയത് ഏകദേശം 5 കോടി ആൾക്കാരാണ്. അതായത് ആ ഉജ്ജയിനിൽ ആ സർക്യൂട്ട്, അതൊരു സ്പിരിച്വൽ റിലീജിയസ് സർക്യൂട്ടാണ്. അവിടെ എത്തിയത് 5 കോടി ആൾക്കാരാണ്. കാശിയിൽ എത്തിയത് 3 കോടി പ്ലസ്. അത് കഴിഞ്ഞ ഒരു വർഷം. അതായത് നമ്മുടെ ഈ ക്ഷേത്രങ്ങളും നമ്മുടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിവൈവൽ ഇന്ത്യയിൽ 2014 തൊട്ട് കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് നടത്തുന്നുണ്ട്. മുൻകാലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇന്ത്യൻ ടൂറിസം എന്ന് പറയാം, അല്ലെ UP ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കാണുക? താജ്മഹൽ മാത്രമേ, മനസ്സിലായി, താജ്മഹൽ മാത്രം. ഇപ്പം നമ്മള് രാമക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം മാത്രം രാമക്ഷേത്രത്തിൽ നിന്ന് 25,000 കോടി രൂപയുടെ റവന്യൂ അല്ല, ഒരു എക്കണോമിക് ആക്ടിവിറ്റി അയോധ്യ എന്ന് പറയുന്ന ഒരു സിറ്റി കേന്ദ്രീകരിച്ച് മാത്രമുണ്ട് രാമക്ഷേത്രം.
ഒരു ഉം, 4 കോടിയോളം ആൾ അവിടെ സന്ദർശിച്ചു കഴിഞ്ഞ ഒരു വർഷം. അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആൾക്കാർ അവിടെ എത്തുമ്പോൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന മണി എത്ര എന്നുള്ളത്, അല്ല അവർക്ക് വേണ്ട ഈ സൗകര്യങ്ങൾ കൂടുതൽ കൊടുക്കുമ്പോൾ, അതായത് ഒരു സൗകര്യവും കൊടുക്കാത്ത കാലത്തും ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. ഈ പറയുന്ന കുംഭമേളകള് നമ്മൾ 644 ഹുയാൻസാങ് ഒക്കെ വന്നപ്പോൾ നടന്നതായിട്ട് പുള്ളിയുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതായത് പുള്ളിയുടെ യാത്രാ വിവരണത്തിൽ 644 ബി സിയിൽ അതോ 664 ബി സിയിലാണോ എന്നറിയത്തില്ല, ആ ഡേറ്റ്. ഹുയാൻസാങ് ഇന്ത്യ വന്ന സമയത്ത് ഇദ്ദേഹം പ്രയാഗ്രാജില് കുംഭമേളയ്ക്ക് കണ്ട കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഇത് ചെയ്തത് നമ്മുടെ ശങ്കരാചാര്യർ കോർഡിനേറ്റ് ചെയ്ത ഒരു കുറച്ചുകൂടെ ഒരു റിവൈവൽ നടത്തി ആ സമയത്ത് ഒന്ന് കോർഡിനേറ്റ് ചെയ്തു മഠങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വിവിധ മഠങ്ങൾ സ്ഥാപിച്ചതൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഈ പറയുന്നത്. അപ്പൊ ഇദ്ദേഹം അതായത് ഇന്ത്യയില് ഒരു പരിധിവരെ നശിച്ചു പോകാനുള്ള ഒരു അവസ്ഥയിലെത്തിയ ഒരു ഹിന്ദു ബിലീഫ്സ് അല്ലെ സനാതനിക് ബിലീഫ് സിസ്റ്റം ഒന്ന് റിവൈവ് ചെയ്യാൻ മലയാളിയായ ശ്രീ ശങ്കരാചാര്യർ നടത്തിയ പ്രയത്നങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരു ഇൻപുട്ട് ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന എക്കണോമിക് ആക്ടിവിറ്റിക്ക് ഉള്ള ഒരു സ്പേസ് ഇതുവരെയും രാജ്യം യൂസ് ചെയ്തിട്ടില്ല. അത് യൂസ് ചെയ്യാത്തതിന് പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. അതായത് യു പിയിൽ ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റുകളോ സമാജ്വാദി ഗവൺമെന്റുകളോ ഈ കുംഭമേളയോ അതേ കാശിയോ മധുരയോ അയോധ്യ ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ വോട്ട് ബാങ്കിൽ പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം BJP ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൾച്ചറൽ റിവൈവലിന് വേണ്ടി ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഈ 2014 ആരംഭിച്ച ആ സ്കീമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ കുംഭമേളയുടെ വലിയൊരു വിജയത്തിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാലോ, ഒരു 2 ലക്ഷം കോടി ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യു പിയിൽ ഉണ്ടാകുന്ന എക്കണോമിക് ആക്ടിവിറ്റി അവിടുത്തെ ആൾക്കാർക്ക് എത്ര, അതായത് അവിടെ 6000 പേരെയാണ് ബോട്ട് സർവീസിന് മാത്രം ജോലിക്കെടുത്തേക്കുന്നത്. 6000 പേരെയാണ് ട്രെയിൻ ചെയ്തേക്കുന്നത് ഫെറിയിലോട്ട്. അതേപോലെ തന്നെ ടെന്റുകൾ, ഇപ്പൊ ധനുഷ് പറഞ്ഞ പോലെ 10,000-കണക്കിന് ടെന്റുകളാണ് ഒരു ഈ സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ടെന്റ്, അല്ലാതെ പഴയ പോലെ പ്ലാസ്റ്റിക് അടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അവിടെയെങ്കിലും പോയി കിടന്നൊന്നുമല്ല. കൃത്യമായിട്ട് നമ്മുടെ ഇവിടെ മക്കയിലും വത്തിക്കാനിലും ഒക്കെ നടക്കുന്നത്. വത്തിക്കാനിൽ ഈ ടെന്റ് സിസ്റ്റം ഇല്ല, മക്കയിലൊക്കെ നമുക്കറിയാലോ നടക്കുന്ന, അതുപോലെ നടക്കുന്ന അതിനേക്കാളും എത്രയോ നല്ല രീതിയിൽ ഇവിടെ അത് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. അതായത് അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് മാക്സിമം സൗകര്യങ്ങൾ ആ റിലീജിയസ് ആയിട്ടുള്ള ഇത് പോകാതെ കൊടുക്കുകയും അവരിൽ നിന്ന് മാക്സിമം പൈസ, അതായത് പണം ഊറ്റിയെടുക്കുകയല്ല, അവർക്ക് പല ചോയ്സ് ഉണ്ട്. അതായത് തീരെ പൈസ കൊടുക്കുന്നവർക്കുള്ള ചോയ്സ്, റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു സംഭവമാണല്ലോ. ഇപ്പോ ഞാൻ വായിച്ചത് 10,000 കോടി രൂപയ്ക്കാണ് രാജ്യത്ത് പൂക്കച്ചവടം മാത്രം ഈ മഹാകുംഭമേള വരുമ്പോ നടക്കുന്നത്. അവിടെ വരുന്ന ഒരു ചായ കച്ചവടക്കാരന്റെ ഒരു ബൈറ്റ് ഞാൻ ഒരു നാഷണൽ മീഡിയയിൽ കാണുകയുണ്ടായി. പുള്ളി ഒരു കെറ്റിലുണ്ട്, ആ കെറ്റിലിന്റെ താഴെ തന്നെ പുള്ളി ഒരു സ്റ്റൗ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് പുള്ളി പറയുകയാണ്, 45 ദിവസം കുംഭമേള കഴിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ചായ കച്ചവടക്കാർക്ക് എല്ലാവർക്കും, അതായത് ഒന്നുമില്ല, 10 രൂപയുടെ 15 രൂപയുടെ ചായയാണ് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഭവം. ഇത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വരുമാനം എന്ന് പറയുന്നത് ഈ 45 ദിവസം കഴിയുമ്പോൾ 3 to 4 ലക്ഷം രൂപയാണ് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും കുംഭമേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ടെമ്പിൾ എക്കണോമിയെ കുറിച്ച് പറയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ പറയേണ്ടത്, നമ്മൾ ഈ രാജ്യത്തിനകത്ത് തന്നെ നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് വളർന്ന് വരികയാണ്. അതങ്ങനെ നമ്മുടെ ഭരണാധികാരികൾ ആക്കി എടുക്കുന്നത് പുറത്തു നിന്നുള്ള വരവ് കുറഞ്ഞാലോ എന്നുള്ള ഭയത്തിലാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതി നടത്തുന്നത് എന്തുകൊണ്ടാണ്? അതായത് തൊഴിലുറപ്പ് പദ്ധതി നടത്തുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതി മുഖേന 300 to 400 രൂപ പെർ ഡേ കിട്ടുന്ന 100 ദിവസത്തെ അല്ലെങ്കിൽ 150 ദിവസത്തെ പണി കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് അത് നമ്മുടെ ഇക്കണോമിയിൽ ഒരു ആക്ടിവിറ്റി ഉണ്ടാക്കാനാണ്, എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ഈ ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കുമ്പോൾ തൊഴിലുറപ്പിന് വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ കടകളിലെത്തും, കച്ചവടക്കാരുടെ കയ്യിലെത്തും, അവിടുത്തെ നാട്ടിലെ സാധാരണക്കാരുടെ കയ്യിലെത്തും, ഓരോ കുടുംബങ്ങളിലും എത്തുന്നതുകൊണ്ട് അവിടെ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കും. അപ്പം ഈ ക്ഷേത്രങ്ങളെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ തന്നെ ഏതൊരു ചെറിയൊരു
ഗ്രാമം എടുത്തു നോക്കിയോ, നമ്മുടെ ഒരു ചെറിയ ഗ്രാമം എടുത്താൽ ക്ഷേത്രങ്ങൾ വേണമെന്നില്ല, ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ഒരു പള്ളികളോ അല്ലെങ്കിൽ ഒരു മോസ്കോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അനേകം കടകൾ അല്ലെങ്കിൽ അനേകം ആൾക്കാർ വരും, അതിന് ചുറ്റും ഒരു എക്കണോമിക് ആക്ടിവിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ പള്ളികളുമായിട്ട് ബന്ധപ്പെട്ടും മോസ്കുകളുമായിട്ട് ബന്ധപ്പെട്ടും ക്ഷേത്രങ്ങളുമായിട്ട്, പക്ഷെ ഇന്ത്യനെ നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ എന്നാ ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളും അനുബന്ധിച്ചിട്ടാണ് ഇന്ത്യയിലുള്ള മിക്ക ഗ്രാമങ്ങളും നിലനിൽക്കുന്നത്. ഇപ്പം ആധുനിക കാലത്താണെങ്കിൽ പോലും ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പം ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന വലിയ വലിയ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷെ ഉത്തരേന്ത്യയിലൊക്കെ നമ്മുടെ പഴയ ക്ഷേത്രങ്ങൾ പലതും റിവൈവ് ചെയ്ത് വരുവാണ്. നമ്മൾ അറിയാത്ത, നമ്മൾ കാണാത്ത വാസ്തുവിദ്യയിലെ അങ്ങേയറ്റമുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഹംപിയിലൊക്കെ ഒന്ന് പോയി നോക്കുക, അവിടെ തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് നോക്കുക, അതൊക്കെ ഒന്ന് റിവൈവ് ചെയ്ത് എടുക്കുവാണെങ്കിൽ, ഒന്ന് പുനരുദ്ധരിക്കുവാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ വിസ്മയമായി മാറുന്നത്. അപ്പം ഈ പറയുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിക്ക് വേണ്ടി തന്നെയാണ് ഈ പറയുന്ന ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ, അത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് ലോകത്ത് മൊത്തം മാന്ദ്യം വരുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം ഒരു 60% ഇന്റേണൽ ആയിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയെ ബേസ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പൊ ലോകം മൊത്തം ഒരു റിസഷൻ വന്നാലും ഒരു നമ്മുടെ ഒരു ഇത് നെഗറ്റീവിലോട്ട് പോകില്ല, നമ്മുടെ GDP നെഗറ്റീവ് ഗ്രോത്തിലോട്ട് പോകാത്ത ലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു ഇക്കണോമി ഇപ്പൊ നിലവിൽ ഇന്ത്യയാണ്. അതിന് ഈ ക്ഷേത്രങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയും കൂടെ. ഒരു ക്ഷേത്രങ്ങളാകുമ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുമ്പോൾ, പക്ഷെ ഇതിനോടെല്ലാം കൂട്ടി വായിക്കേണ്ട ഗവൺമെന്റ് ഈ ഇത്രയെല്ലാം ചെയ്യുമ്പോൾ ഈ ക്ഷേത്രവിശ്വാസികളും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ധനുഷ് ഇപ്പൊ പറഞ്ഞ പോലെ ആ ചായക്കടക്കാരന്റെ കാര്യം പറഞ്ഞ പോലെ ഗവൺമെന്റിന് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാനേ പറ്റൂ. ആ എക്കണോമിക് ആക്ടിവിറ്റി ആ ഒരു സ്ഥലത്തെ ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കേണ്ടത് ആരാണ്? അതാത് സ്ഥലത്തെ ആൾക്കാർ. അതാത് സ്ഥലത്തെ ആൾക്കാരാണ്. അതാത് സ്ഥലത്തെ ആൾക്കാർ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഈ എക്കണോമിക് ആക്ടിവിറ്റി തിരിച്ചറിയുന്ന വേറെ ആൾക്കാർ അവിടെ കയറി ആ എക്കണോമിക് ആക്ടിവിറ്റി ഉപയോഗിക്കും. നമ്മുടെ ചില ടെമ്പിൾ ഇപ്പൊ കേരളത്തിലാണെങ്കിലും ഇന്നലെയൊക്കെ ആയിട്ട് വലിയ നിലവിളി നടക്കുന്നുണ്ടല്ലോ. ഈ നിലവിളിയുടെ കാരണം എന്തുവാ? ആ പർട്ടിക്കുലർ സ്ഥലത്തുള്ള എക്കണോമിക് ആക്ടിവിറ്റി, ആ ക്ഷേത്ര നഗരിയുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റി ഉപയോഗിക്കാനുള്ള കഴിവില്ലായ്മ ആണ് ഇതിലെ ബേസിക് പ്രോബ്ലം. ഇപ്പം നമ്മള് ഈ കേരളത്തിലാണെങ്കിലും ചില മതങ്ങളുടെയൊക്കെ ഒരു ചില സിസ്റ്റംസ് ഉണ്ട്. അതായത് മതവുമായിട്ട് ബന്ധപ്പെട്ട പർച്ചേസിങ് ആ രീതിയിലുള്ള അപ്പൊ അതൊക്കെ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബിഗർ സേ ഉണ്ട്. അതായത് ഒരു ടെമ്പിൾ എക്കണോമി വരിക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടം. ആ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കേണ്ട ആരാ? ആ മതവുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസികളാണ്. ആ സ്പേസ് നമ്മൾ ഒക്യുപ്പൈ ചെയ്യാതെ നമ്മൾ അത് വേറെ ആൾക്കാർക്ക് അവിടെ കയറി അത് ഒക്യുപ്പൈ ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ട് നമ്മൾ എല്ലാം നമ്മുടെ സൗകര്യത്തിന് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഒരു ഉദാഹരണം പറയാം. ഈ മുദ്രാ സ്കീമിന്റെ പേരിൽ എന്തോരം ഇത് നടക്കുന്നുണ്ട്, എന്തോരം പൈസ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഗവൺമെന്റിന് ഒരു അവസരം ക്രിയേറ്റ് ചെയ്ത് തരാനേ പറ്റുള്ളൂ. ആ ക്രിയേറ്റ് ചെയ്യുന്ന അവസരം ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കണം, അത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യണം എന്നുള്ളത് അത് ഓരോരുത്തരുടെ ആ ദേശവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള കഴിവാണ്. അതിന് നേതൃത്വം കൊടുക്കാനുള്ള അവിടുത്തെ നേതൃത്വത്തിന്റെ ഒരു പൊട്ടൻഷ്യലും കൂടെ അതിന് മാറ്റർ. അപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു, ഇപ്പൊ 1% നമ്മുടെ GDP-യുടെ 1% എക്കണോമി ഇപ്പൊ കൊടുക്കുമെന്ന് പറയുന്നു. 2030 ആകുമ്പോഴത്തേക്കും ഈ സ്വദേശി ദർശൻ സ്കീമില് 3.5% ഓഫ് അവർ GDP ഈ ടെമ്പിളുമായി ബന്ധപ്പെട്ട ഇക്കണോമിക്കലായിട്ടുള്ള ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അതായിരിക്കും എന്നാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കാണുന്ന ഈ 2030 ആകുമ്പോൾ നമ്മൾ എത്ര ട്രില്യൺ എക്കണോമി ആയിട്ട് മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? 5 or 6 or 7. അപ്പം ഇപ്പൊ കാണുന്നതിനേക്കാളും എത്രയോ മടങ്ങ് ആ സ്ഥലത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റിയും ആ സ്ഥലത്തിന്റെ നമ്മുടെ ആ പൈസയുടെ പണത്തിന്റെ വ്യത്യാസവും വരും. അതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു പൊട്ടൻഷ്യല് നമ്മൾ ഈ മാറ്റം നമ്മൾ ശ്രദ്ധിക്കുകയും ആ മാറ്റം ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും. ഇപ്പൊ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
2 ലക്ഷം കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, കുംഭമേളയുമായിട്ട് 2 ലക്ഷം കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന UP എന്ന് പറയുന്ന സംസ്ഥാനത്തെ 1 ട്രില്യൺ ഓർ 2 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറ്റണമെന്നുള്ള യോഗി ആദിത്യനാഥിന്റെ ഒരു സ്വപ്നമുണ്ട്. അതുപോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും സ്വപ്നം കാണാൻ പറ്റും. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, കേരളത്തിന് ഈ പറയുന്ന ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമലയിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി കൃത്യമായ ബസ് സൗകര്യം ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള എന്തൊക്കെ ഓരോ വർഷവും ഞാൻ കേൾക്കുന്നതാണ്, ഞാൻ പോയിട്ടില്ല എങ്കിൽ പോലും പറയാം, ഓരോ വർഷവും എത്ര ശോചനീയമായ അവസ്ഥയുണ്ട്. നമുക്ക് തൃപ്രയാർ അവിടെ ടെമ്പിൾ ഉണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു റിലീജിയസ് ഇതായിട്ട് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് ഗുരുവായൂര്. അതേപോലെ ടെമ്പിളുകൾ. അപ്പോൾ ഈ ഗുരുവായൂരും കൊടുങ്ങല്ലൂരും ഒക്കെ ടെമ്പിളുകൾ ഇപ്പോഴും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യും. പഴയ കാലത്തെ ഒരു വലിയ ടൗണുകൾ ഇതിനോട് അനുബന്ധിച്ചുണ്ടാവുകയും ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന ടെമ്പിൾ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതിന് ഇഷ്ടം പോലെ, അതായത് നമുക്ക് നമ്മുടെ ഇപ്പൊ കാണുന്ന അനന്ത സാധ്യതയാണ്. അത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യാതെ ആരെങ്കിലും നമ്മളെ മാർജിനലൈസ് ചെയ്യുന്നു, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഈ അടുത്ത ഒരു 6 വർഷം കൊണ്ട് ഇന്ത്യ എങ്ങനെ മാറാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സിമ്പലാണ് നിങ്ങൾക്ക് ഇപ്പൊ പ്രയാഗ് ഇവിടെ കാണാൻ പോകുന്ന മഹാകുംഭമേളയിൽ കാണാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, അവരെങ്ങനെയൊക്കെയാ ചെയ്യുന്നതെന്ന് പഠിക്കുക, അവിടെ എന്തൊക്കെ എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകുന്നത്, അത് എത്രമാത്രം ആ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ പഠിക്കുകയും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഇത് മാതൃകയാക്കാൻ പറ്റും. കേന്ദ്ര ഗവൺമെന്റ് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് വേറൊരു തരത്തിലാണ്. ശരിക്കും പറയാം, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇനിയിപ്പോ നിങ്ങൾ കാണാൻ പോവാണ് UP എന്നുള്ള കുറെ വീഡിയോസ് വരും. UP എന്നുള്ള വീഡിയോസ് വരുമ്പോൾ പണ്ട് ചവച്ച് തുപ്പിക്കിടന്ന സ്ഥലങ്ങൾ, അതായത് ചാണകവും അല്ലെങ്കിൽ വേസ്റ്റുകളും എല്ലാം കൂട്ടിയിരുന്ന സ്ഥലങ്ങളെല്ലാം മാറി ഒന്നാമതൊരു 5500 കോടി രൂപയുടെ റോഡ് വികസനമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നടത്തിയേക്കുന്നത്. അവിടെയുള്ള വലിയ മതിലുകളിലൊക്കെ ഈ രാമായണത്തിന്റെയും അതേപോലെ തന്നെ നമ്മുടെ മഹാഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ റിലീജിയസ് ആയിട്ടുള്ള പെയിന്റിംഗ് ഒക്കെ ചെയ്യും. ഈ പെയിന്റിംഗ് ഒക്കെ കാണുമ്പോൾ പലർക്കും വിഷമം വരെ ഉണ്ടാകും. മനസ്സിലായില്ലേ? അതായത് ഈ പെയിന്റിംഗ് അത് നമുക്ക് മനസ്സിലായി. അതായത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ്. അതായത് ഇന്ത്യൻ സംസ്കാരം, ഭാരതീയ സംസ്കാരം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ലോകത്തിനെ തന്നെ നിലനിർത്താൻ പറ്റുന്ന, അതായത് ഈ പ്രകൃതിയുമായിട്ട് ഏറ്റവും ചേർന്ന് പോകുന്ന ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. അതായത് ഒരു സിമ്പിൾ ആയിട്ട് ഒരു കാരണം പറയും. ഇപ്പൊ ഒരു സെമിറ്റിക് ആയിട്ടുള്ള മതസ്ഥ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ നരകത്തിൽ പോകും. പക്ഷെ ഒരു ഹിന്ദു മരിച്ചു കഴിഞ്ഞാൽ അവന് പുനർജന്മം ഉണ്ടെന്ന് ഹിന്ദു വിശ്വസിക്കുന്നു. പുനർജന്മത്തിൽ ഇദ്ദേഹത്തിന് തിരിച്ചു വരണമെങ്കിൽ ഭൂമിയിലോട്ട് തന്നെ വരണം. അപ്പൊ നമ്മൾ ഈ ഭൂമി വലിയ നശിപ്പിക്കാതെയും പ്രകൃതിക്ക് ഇണങ്ങുന്ന പോലെയൊക്കെ ജീവിച്ചാൽ തിരിച്ചു വരുന്ന സമയത്ത് എന്താണ് ഭൂമിയിൽ വീണ്ടും ജീവിക്കാന്നുള്ള ഒരു കോൺസെപ്റ്റ്, അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ആ കോൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതും ആൾക്കാർ ഈ കർമ്മ എന്ന് പറയുന്ന അതായത് നമ്മുടെ കർമ്മഫലത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തികൾക്ക് മുകളിൽ വരുന്ന ഒരു നിയന്ത്രണവും, അല്ലെങ്കിൽ നമ്മളൊരു ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയോടെ കുടിക്കുമ്പോൾ അതിനൊരു ഡിവൈൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അതിനെ കാണുമ്പോൾ അങ്ങനെ ചെയ്ത് പഠിക്കുന്ന ഒരാൾ ഒരിക്കലും വെള്ളം പാഴാക്കില്ല, ആഹാരം പാഴാക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ സംസ്കാരം അത് മതമല്ല. ആക്ച്വലി പലർക്കും തെറ്റിദ്ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മതമാണെന്നാണ്. ഈ മതത്തിനപ്പുറം മതമാണ്, പക്ഷെ മതത്തിനപ്പുറം ഇതൊരു സംസ്കാരം കൂടിയാണ്. ഈ നാട്ടിലെ ബാക്കി മതസ്ഥരുടെയും കൂടെ സംസ്കാരമാണ് ഈ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. അത് ഉൾക്കൊണ്ട് വേറെ മതത്തില് വിശ്വസിക്കുന്നവര് അനേകം പേര് ഇന്ന് കുംഭമേളയ്ക്ക് പോകുന്നുണ്ട്, ഈ പറയുന്ന ക്ഷേത്രങ്ങൾ കാണുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ആ രീതിയിൽ ഇതൊരു എന്തായാലും അതെ, എന്തായാലും കുംഭമേളയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക രാജ്യങ്ങളെല്ലാം. അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനേജ്മെന്റ്, പോരാത്തതിന് അത് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ, പോരാത്തതിന് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒന്നിച്ചു കൂടുന്ന ഒരു മഹാ സമ്മേളനം എന്നൊക്കെയുള്ള രീതിയിൽ കുംഭമേള വലിയ രീതിയിലുള്ള ജനശ്രദ്ധ, ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. അതിൽ
എല്ലാത്തിനും ഒരൊറ്റ പേരാണ് അപ്പൊ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് യോഗി ആദിത്യനാഥിനാണ് പൂർണ്ണമായിട്ടുള്ള കയ്യടി എന്നാണ് പറയുന്നത്. കൂടെ താങ്കൾ പറഞ്ഞ പോലെ കേന്ദ്രത്തിന്റെ സപ്പോർട്ട് ഇല്ല എന്നൊക്കെ പറയാൻ പറ്റില്ല, കേന്ദ്രത്തിന്റെ നല്ല സപ്പോർട്ട് കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ടെമ്പിൾ എക്കണോമി എങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളും യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം കൂടെയായി മാറുകയാണ് ഈ വർഷത്തെ മഹാകുംഭമേള. താങ്ക് യു സോ മച്ച്, സുരേഷ്.